സാധാരണ എല്ലാ ദിവസവും ഉണ്ടല്ലോ എല്ലാ പണിയും കഴിഞ്ഞിട്ടാണ് ഞാൻ കുളിച്ച് കയറാറുള്ളത്. ഇപ്പം എൻ്റെ കിച്ചണിലെ പണിയൊന്നും ഒതുങ്ങിയിട്ടില്ല. ബാക്കി അടിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ വേഗം തന്നെ ഞാൻ കുളിച്ച് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കുളിച്ച് കയറുമ്പോൾ തന്നെ നമ്മുടെ ഐനൂസിനെ എന്തേ കുളിപ്പിച്ച് കയറ്റിയിട്ടുണ്ട്. അങ്ങനെ അവൾക്ക് ഇതാ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് അവളൊരു സൈഡിലോട്ട് ഇരുത്തുന്നുണ്ട്. പിന്നെ എനിക്ക് നാളത്തേക്ക് നമ്മുടെ ഐനൂസ് നഴ്സറി പോകുമ്പോൾ അവൾക്കുള്ള ഡ്രസ്സ് ഞാൻ ബാഗിലാക്കി വെക്കോട്ടെ. ഞാൻ രാവിലെ വർക്കിന് പോകുന്നതുകൊണ്ട് എനിക്ക് ചിലപ്പോൾ അപ്പം ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ രാത്രി തന്നെ അതൊക്കെ ആക്കി വെക്കാറുണ്ട് കേട്ടോ. പിന്നെ കുടിക്കാനുള്ള വെള്ളം ഞാനത് ചെമ്പിൽ തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് വേഗം പകർത്തി ജഗ്ഗിലോട്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ രാത്രി ഇന്ന് ചോറല്ല കേട്ടോ, ഇന്ന് വെള്ളയപ്പവും മുട്ടക്കറി ആക്കണത്. ഇന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാ ദിവസവും ചോറല്ലേ കഴിക്കുന്നത്. അപ്പോൾ ഇന്നൊന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്. വെള്ളയപ്പവും മുട്ടക്കറി ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് വേണ്ടിയിട്ടുള്ള സവാളയും തക്കാളിയും വാങ്ങിക്കാൻ വേണ്ടി കയറിയപ്പോൾ നമ്മുടെ ഐനൂസിന് ഇതേ ഒരു കോൺ ടോപ്പും കൂടി വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ നേരെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. നല്ല മഴക്കാറുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ മഴയും പെയ്തിട്ടുണ്ടായിരുന്നു വരാൻ നേരത്ത്. പിന്നെ വേഗം സവാളയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇതേ നമ്മൾ ചോപ്പറിൽ ഇട്ടിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. എനിക്കിപ്പോൾ ഈ ചോപ്പർ വന്നേ പിന്നെ ഭയങ്കര സുഖമാണ് കേട്ടോ. എനിക്ക് സവാള അരിയാനാണെങ്കിലും തക്കാളി അരിയാനാണെങ്കിലും ഒക്കെ ഭയങ്കര സുഖമാണ്. അപ്പോഴത്തേക്കും നമ്മുടെ വെള്ളയപ്പ മാവ് ഇതാ പൊന്തി വന്നിട്ടുണ്ടായിരുന്നുണ്ട്. ഞാൻ നമ്മുടെ ഇൻസ്റ്റൻറ്റ് വെള്ളയപ്പ മാവാണ് ഉപയോഗിച്ചത്. 1 മണിക്കൂർ ഉണ്ടാക്കി കൂട്ടി വെച്ചാൽ മതി. പക്ഷെ ഞാൻ കുറച്ചും കൂടി നേരം കൂട്ടി വെച്ചുകൊണ്ട് തന്നെ നല്ല രീതിക്ക് പൊന്തി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കൊക്കെ വന്ന ടൈമിന് ചൂടാന്നുള്ളൊരു പ്ലാനായിരുന്നു. അപ്പോഴത്തേക്ക് ഇക്കാകെ വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ കുറച്ചും കൂടി നേരം മൂടി വെച്ചിട്ട് അവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇതിലാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് പാലും കാര്യങ്ങളൊന്നും പിയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. വെറുതെ വെള്ളം ഒഴിച്ചാൽ മാത്രം മതിയായിരുന്നു. പിന്നെ എൻ്റെ ഒരു സമാധാനത്തിൽ കുറച്ച് പാലും കൂടെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വേഗം തന്നെ പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മുട്ടക്കറിക്കുള്ള മസാലയും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇന്ന് മുട്ട പൊട്ടിച്ചാണ് ഒഴിക്കുന്നത്. പിന്നെ സൈഡിൽ ഞാനിതാ കോഫിയും കൂടെ കാച്ചി എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കോഫിയും മുട്ടക്കറിയും എല്ലാം അപ്പം റെഡി ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം പിന്നെ ചൂടോടെ അങ്ങോട്ട് ഉണ്ടാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. ശനിക്കാകെ ഇതൊക്കെ ഖുർആൻ ഓതുന്നുണ്ട്. ആദ്യം തന്നെ നമ്മുടെ ഐനൂസിന് കൊടുക്കുന്നുണ്ട് കേട്ടോ, നല്ല മൊരി അപ്പം. അങ്ങനെ അവൾക്ക് അത് കൊടുത്തിട്ട് പിന്നെ എനിക്കും ഷിനിക്കാക്കുള്ള അപ്പം നല്ല ചൂടോടെ തന്നെ ഉണ്ടാക്കി എടുക്കുകയാണ് കേട്ടോ. ചൂടോടെ കഴിക്കുമ്പോൾ ഈ അപ്പത്തിനാണെങ്കിലും ദോശക്കാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടാവണത്. പിന്നെ നമ്മുടെ ഐനൂസിന് ഒരപ്പം വായിൽ വെച്ച് കഴിഞ്ഞാൽ 2 ഗ്ലാസ് വെള്ളം കുടിക്കണം കേട്ടോ. പിന്നെ ഞാനും ഷിനിക്കാക്കും ദേ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാൻ കേട്ടോ. അങ്ങനത്തെ ഈ ദോശയൊക്കെ വരുമ്പോഴാണ് ഇക്കാക്ക് ഇങ്ങനെ ചൂടോടെ തന്നെ കഴിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ കഴിച്ചതിന് കുറേ നേരം കഴിഞ്ഞിട്ടാണ് ഇക്കാ കഴിക്കാറുള്ളത്. ഇന്നെന്തായാലും ഇക്കാ പറഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് കഴിക്കാം, അതാകുമ്പോൾ നമുക്ക് ആസ്വദിച്ചിരുന്ന് കഴിക്കാമല്ലോ. അങ്ങനെ നമ്മൾ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാം പണിയും കഴിഞ്ഞ് കിച്ചണും ക്ലീനാക്കി ഞാൻ നേരെ പോയി കിടന്നുറങ്ങി. 10